ഹരിപ്പാട് മുട്ടം കേന്ദ്രമാക്കി 10 വർഷമായി പ്രവർത്തിച്ചു വരുന്ന കവി മുട്ടത്ത് സുധാ ഫൗണ്ടേഷന്റെ 8ാമത് പുരസ്കാര സമർപ്പണവും അനുസ്മരണവും ഫെബ്രുവരി 9 നടക്കും. ഈ വർഷത്തെ കവി മുട്ടത്ത് സുധാ പുരസ്കാരം ഒരാൾക്കുള്ള 3 ഛായകൾ എന്ന കവിതാ ഗ്രന്ഥത്തിനാണ് നൽകുന്നത്. സ്റ്റെല്ല മാത്യുവിനെയാണ് പുരസ്കാര ജേതാവായി തിരഞ്ഞെടുത്തത്. ഹരിപ്പാട് മുട്ടം കേന്ദ്രമാക്കി 10 വർഷമായി പ്രവർത്തിച്ചു വരുന്ന സാഹിത്യ സാംസ്കാരിക സംഘടനയായ കവി മുട്ടത്ത് സുധാ ഫൗണ്ടേഷന്റെ 8ാമത് പുരസ്കാര സമർപ്പണവും അനുസ്മരണവും ഫെബ്രുവരി 9 ഞായറാഴ്ച മുട്ടം കല്ലിന്റെ കിഴക്കതിൽ നടക്കും. ഞങ്ങൾ കഴിഞ്ഞ 8 വർഷമായിട്ട് കവി മുട്ടത്ത് സുധ ഫൗണ്ടേഷൻ പുരസ്കാരം എന്ന് പറഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പുരസ്കാരം യുവ കവികൾക്ക് വേണ്ടി നൽകുന്നുണ്ട്. 45 വയസ്സിന് താഴെയുള്ള കവികളുടെ അഖില കേരളാടിസ്ഥാനത്തിൽ കേരളത്തിലും പുറത്തുമുള്ള ആളുകളൊക്കെ പുസ്തകങ്ങൾ അയച്ചു തരുന്നുണ്ട്. അവരുടെ ഒരു മത്സരമാണ് കവിത. 55 വയസ്സിന് താഴെയുള്ള യുവ കവികളുടെ കവിതാ സമാഹാരമാണ്. ഈ മുട്ടത്ത് സുധ എന്ന് പറയുന്ന ആൾ എം സുധാകരൻ എന്ന പേരിൽ ജില്ലാ ജഡ്ജായി സർവീസിൽ നിന്ന് തിരിഞ്ഞ ആളാണ്. ഞങ്ങൾ കഴിഞ്ഞ 8 വർഷമായിട്ട് ഏറ്റവും നല്ല രീതിയിലാണ് നിഷ്പക്ഷമായി നടത്തി വരുന്ന കൊടുത്തു വരുന്ന ഒരു പുരസ്കാരമാണിത്. ഈ വർഷത്തെ പുരസ്കാരം ഒരാൾക്കുള്ള 3 ഛായകൾ എന്ന കവിതാ ഗ്രന്ഥത്തിനാണ് നൽകുന്നത്. ആ ഗ്രന്ഥം എഴുതിയത് സ്റ്റെല്ല മാത്യു എന്ന് പറയുന്ന ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ്. അവർ വയനാടുകാരിയാണ്. സ്റ്റെല്ല മാത്യു 25,000 രൂപയും ഫലകവും പ്രശസ്തി പത്രം അടങ്ങുന്നതാണ് പുരസ്കാരം. അന്ന് മുട്ടം കല്ലിൻ്റെ കിഴക്കൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ വീട്ടുപേര്. അവിടെ വച്ച് ഗംഭീരമായ ഒരു സമ്മേളനം നടത്തുന്നുണ്ട്. ആ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഈ പുരസ്കാരങ്ങളൊക്കെ വിതരണം ചെയ്യുന്നത്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഈ വർഷം ആകാശവാണിയിലെ അസിസ്റ്റന്റ് ഡയറക്ടറും കവിയും സാഹിത്യകാരനും ഒക്കെയായ ശ്രീ മുഖത്തല ശ്രീകുമാർ എന്ന് പറയുന്ന കവിയാണ്. ഈ വർഷത്തെ കവി മുട്ടത്ത് സുധ പുരസ്കാരം ഒരാൾക്കുള്ള 3 ഛായകൾ എന്ന കവിതാ ഗ്രന്ഥത്തിനാണ് നൽകുന്നത്. വയനാട്ടിൽ നിന്നുള്ള സ്റ്റെല്ല മാത്യുവിനെയാണ് പുരസ്കാര ജേതാവായി തെരഞ്ഞെടുത്തത്. 25,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ആകാശവാണി തിരുവനന്തപുരം നിലയം അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീകുമാർ മുഖത്തല യോഗ ഉദ്ഘാടനം ചെയ്യുകയും പുരസ്കാര വിതരണം നിർവഹിക്കുകയും ചെയ്യും. ഇതിനോടനുബന്ധിച്ച് നടത്തിയ ഉപന്യാസ മത്സരത്തിൽ വിജയികളായ കണ്ണൂർ സർവകലാശാലയിലെ ഗവേഷകയായ ശ്രീജയ PM, കായംകുളം MSM കോളേജിലെ MA വിദ്യാർത്ഥിനിയായ നാൻസി എഡ്വേർഡ് എന്നിവർക്ക് ക്യാഷ് അവാർഡും ഫലകവും നൽകും. കവി K. രാജഗോപാൽ, ഡോക്ടർ അജു K. നാരായണൻ, VP ജയചന്ദ്രൻ എന്നിവരടങ്ങുന്ന സമിതിയാണ് പുരസ്കാര നിർണയം നടത്തിയത്. വർക്കിംഗ് പ്രസിഡന്റ് VP ജയചന്ദ്രൻ, സെക്രട്ടറി മുട്ടം CR ആചാര്യ, ജോയിന്റ് സെക്രട്ടറി സുരേഷ് മണ്ണാർശാല എന്നിവർ ഇത് സംബന്ധിച്ച വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CD നെറ്റ് ന്യൂസ്, കായംകുളം.